നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരം നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളും ഇവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സാമർഥ്യമുള്ളവരുമായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ പൗരുഷം, ആജ്ഞാശക്തി തുടങ്ങിയവയും സ്ത്രൈണ ഗുണങ്ങളും ഇവരിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇവർ ആരോഗ്യവും ആകർഷണീയമായ ശരീരപ്രകൃതമുള്ളവരുമായിരിക്കും. ഈ നക്ഷത്രക്കാർ പൊതുവെ മര്യാദക്കാരായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴും ശത്രുക്കളുണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇവർക്ക് പൊതുവെ അധികാരമോഹം കൂടുതലായിരിക്കും. മധുരമായ സംഭാഷണം, നേതൃഗുണം, അഭിമാനം, മാന്യത എന്നിവ ഇവരുടെ ലക്ഷണങ്ങളാണ്. ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സൗഭാഗ്യകരമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആഡംബരപ്രിയരായിരിക്കും. മധുരമായ ഭാഷണം, വശ്യത, തൻ്റെ ഇടം ഇവയൊക്കെ ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. പൂരം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത്തം, ചോതി, അനിഴം, അതേപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതിയുമാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ. ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകരമായിരിക്കും. ഈ ദശാകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് ശുഭകരമാണ്. യക്ഷിക്ക് വഴിപാടുകൾ നടത്തുന്നതും ഇവർക്ക് ശുഭകരമാണ്. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശുഭകരമാണ്. പൂരവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുന്നത് നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നതും ഇവർക്ക് ഉത്തമമാണ്. പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം, ശിവപൂജ എന്നിവ നടത്തുന്നതും നല്ലതാണ്. വെള്ള, ഇളം നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുയോജ്യമായ നിറങ്ങളാണ്. പൂരം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ആര്യമാവാണ്. ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആദിത്യന്മാരിൽ ഒരാളായ ഈ ദേവതയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഇവർക്ക് ഗുണകരമാണ്. ഇവരുടെ നക്ഷത്രമൃഗം ചുണ്ടലിയാണ്. വൃക്ഷം പ്ലാശാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഇവർ സ്ത്രീയോനിയിൽപ്പെട്ടവരാണ്. ഇവരുടെ നക്ഷത്ര പക്ഷി ചകോരമാണ്. ഭൂതം ജലവുമാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പൂരം നക്ഷത്രക്കാർക്ക് പാടില്ല. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെയും നക്ഷത്രവൃക്ഷത്തെയും പരിപാലിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ്. പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും ഇവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗൃഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.